ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായ വാക്ക് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നതാകും നല്ലത് എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. വി മധുസൂദനൻ നായരുടെ ഭാരതീയം എന്ന കവിതയിൽ ഇങ്ങനെയൊരു വരികളുണ്ട്. ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. ഒന്ന് ചിന്തിച്ചാൽ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒന്ന് പതാക ഉയർത്താൻ, അല്ലെങ്കിൽ ഒരു മധുരം പങ്കുവയ്ക്കാൻ, അതുമല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെ നമ്മുടെ ദേശസ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ദിനം മാത്രമായി ഇന്ന് മാറി. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനം എന്നതിനേക്കാൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായ ദിനമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നതാകും ഭേദം. കാരണം ഈ കാലഘട്ടം നമ്മളോട് പറയുന്ന വേദനാജനകമായ ഒരു കാര്യം, നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലല്ല എന്നേ ഉള്ളൂ. മറ്റാരുടെയൊക്കെയോ അടിമത്തത്തിലാണ് നമ്മൾ ഇന്ത്യക്കാരായ ഓരോ ജനവും. ഒരുപക്ഷെ നമ്മളെ ഭരിക്കുന്ന ചിലരുടെ അടിമത്തത്തിൽ, അല്ലെങ്കിൽ ചില പ്രത്യയ ശാസ്ത്രങ്ങളുടെ അടിമത്തത്തിൽ, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മത തീവ്രവാദത്തിൻ്റെ അടിമത്തത്തിൽ, അതുമല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അടിമത്തത്തിൽ. ഞങ്ങൾ ആരുടെയും അടിമകളല്ല എന്ന് ഒരു ഇന്ത്യക്കാരന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നേതാക്കൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ന് പല സാഹചര്യങ്ങളിലും നമുക്ക് ലഭിക്കുന്നില്ല. ഏതു മതത്തിലും വിശ്വസിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം ജനാധിപത്യം അനുവദിക്കുന്ന ഇന്ത്യയിൽ ചില മതങ്ങളിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ, ആ മതത്തിൻ്റെ ആശയം ജീവിക്കുന്നതിൻ്റെ പേരിൽ ഇന്ന് ഒരു ഇന്ത്യക്കാരൻ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വതന്ത്രരല്ല എന്ന്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമ്മളെല്ലാവരും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില പ്രധാന വാക്കുകൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതിലൊരു വാക്കാണ് സെക്യുലർ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒന്ന്, ഇന്ത്യ എന്ന രാജ്യത്തിന് പൊതുവായ ഒരു മതം ഇല്ല എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം, അല്ലെങ്കിൽ കാണുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട റിലീജിയൻ അല്ലെങ്കിൽ മതം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് മുൻപിൽ നിൽക്കേണ്ടത് ഒരു മതത്തിൻ്റെ നിയമമോ ഒരു മതത്തിൻ്റെ ആചാരമോ ഒരു മതത്തിൻ്റെ അനുഷ്ഠാനമോ അല്ല, മറിച്ച് എല്ലാവർക്കും തുല്യവും നീതിയും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയാണ്. നമ്മൾ നമ്മുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന അവസ്ഥകളിൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരു വാക്കുകൂടി നിങ്ങളുടെ ചിന്തയ്ക്ക് മുൻപിൽ ഇട്ടുതരുന്നു. ആ വാക്കാണ് ഡെമോക്രസി, അല്ലെങ്കിൽ ജനാധിപത്യം എന്നത്. ജനാധിപത്യത്തെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയിൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടിലൂടെ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ അധികാരിയെ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ തന്നെ വിരൽത്തുമ്പിലാണ്. സ്വാതന്ത്ര്യം നഷ്ടമാകുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് ലഭിക്കുന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെ അധികാരികളെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ അവകാശവും നമ്മൾ ആർക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഒരു മതത്തിനും, ഒരു വ്യക്തിക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുമ്പോഴും മധുരം കഴിക്കുമ്പോഴും ദേശസ്നേഹം വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ ഓർത്തോണം, രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ അധികാരം നമ്മുടെ വിരൽത്തുമ്പിലാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന തോന്നലുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മൾ പൊരുതേണ്ടി വരും. ഇന്ത്യക്ക് രണ്ടാമത് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ദിനം ഒരുപക്ഷെ നമ്മൾ ആഘോഷിക്കേണ്ടി വരും.